അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരുടെ അപര്യാപ്തത കാരണം രോഗികൾ വലയുന്നത് നിത്യസംഭവമായി മാറുകയാണ്. 5 ഡോക്ടർമാരുള്ള ഹോസ്പിറ്റലിൽ മിക്ക ദിവസങ്ങളിലും ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് രോഗികൾക്ക് ലഭ്യമാകുന്നത്. ഇവിടെ രാവിലെ 10 മണിയോടെ OP ആരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിക്കുകയാണ് പതിവ്. കഴിഞ്ഞ 3 വർഷക്കാലമായി അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിലെ സിവിൽ സർജന്റെ കസേര ഒഴിഞ്ഞു കിടന്നിട്ട് നിയമനം നടത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. MBBS പൂർത്തിയാകുന്നവർക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അംഗീകാരം ലഭ്യമാകണമെങ്കിൽ 1 വർഷക്കാലം കമ്പൽസറി റൂറൽ സർവീസായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കണം എന്നിരിക്കെ അത്തരത്തിലുള്ളവരെ പോലും അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ അയക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. കാലവർഷ ആരംഭത്തോടെ പനിയും പകർച്ചവ്യാധികളും പകർന്നു പിടിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ അഭാവം ആശുപത്രിയിലെത്തുന്ന രോഗികളിൽ വൻ അമർഷത്തിനിടയാക്കിയിരിക്കുകയാണ്. DMOയിൽ നിന്നും കരാർ വ്യവസ്ഥയിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടർ രാവിലെ ഒപ്പിട്ട് മുങ്ങുന്നതും നിത്യസംഭവമാവുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നവരുടെ ജോലി സമയം. കരാർ വ്യവസ്ഥയിലുള്ള ഡോക്ടർമാർ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനും വിസമ്മതിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. സേവന മേഖലയായ ആരോഗ്യ മേഖലയിലെ അഞ്ചൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ രോഗികൾക്ക് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്ത കേന്ദ്രമായി മാറുകയാണ്. ലൈവ് വാർത്ത, അഞ്ചൽ.